ഹായ് ഡിയേഴ്സ്, എസ് ജെ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. അതോരോ പാർട്ടായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറർ കറക്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ഫോളോയിങ് സെന്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, ഇവിടെ ഒരു 7 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഓരോന്നിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എറർ കറക്ഷനിൽ നിന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദീസ് കാറ്റൽസ് ആർ മൈൻ. എന്താണ് ഇവിടെ മിസ്റ്റേക്ക്? ദീസ് കാറ്റൽസ് ആർ മൈൻ എന്ന് പറയുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണത്? യെസ്, നമുക്കറിയാം കാറ്റൽസ് എന്ന് നമ്മൾ പറയരുത് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ചില നൗണുകൾ സിംഗുലറും ആണ് പ്ലൂറലും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കാറ്റൽസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്ലൂറൽ ആണ്. ഓക്കെ, കാറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ കന്നുകാലികൾ എന്നായി. ഓക്കെ, അവിടെ നമ്മൾ എന്തിന്റെ ആവശ്യമില്ല? കാറ്റൽസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ കാറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഓക്കെ ആണ്. നമ്മൾ ഈ ചിൽഡ്രൻസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ പോരെ. ചിൽഡ്രൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ കാറ്റൽ എന്ന് പറഞ്ഞാൽ മതി. സോ അവിടെ അതാണ് മിസ്റ്റേക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹി ഈസ് സഫറിങ് ഫ്രം മീസൽ. മീസൽ ഇസ് എ കൈൻഡ് ഓഫ് ഡിസീസ്, അല്ലെ, ഒരു അസുഖമാണ്. ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മീസൽ എന്നല്ല അതിന്റെ കറക്റ്റ് ഫോം, മീസൽസ് എന്നാണ്. മീസൽസ്, ഒരു എസ് അവിടെ ഇല്ല. ഓക്കെ, എസ് കൂടെ ചേർത്താലേ മീസൽസ് എന്നാവുള്ളൂ. അപ്പൊ ഒരു അസുഖമല്ലേ ഉള്ളൂ, അല്ല ഒരാൾക്കല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മീസൽ എന്ന് പറയാൻ പറ്റില്ല, മീസൽസ് തന്നെ പറയണം. ക്ലിയർ അല്ലേ? തേർഡ് വൺ, 3 dozen ഓറഞ്ചസ് ഈസ് എനഫ്. മിസ്റ്റേക്ക് ഉണ്ട്. എവിടെയാ മിസ്റ്റേക്ക്? 3 dozen, 3 ഡസൻ ആയി അല്ലെ. എന്ത്? ഓറഞ്ചസ്. അപ്പൊ അത് സബ്ജക്റ്റ് പ്ലൂറൽ ആയില്ലേ? പ്ലൂറൽ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വേർബ്, അതിന്റെ ശേഷം വരുന്ന സബ്ജക്റ്റിന് ശേഷം വരുന്ന വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സോ നമുക്ക് എന്താ അവിടെ ചേർക്കേണ്ടത്? ആർ ഇനഫ് എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് അല്ലെ. 3 dozen ഓഫ് ഓറഞ്ചസ് ആർ ഇനഫ് എന്ന് വരണം. അതാണ് ഇവിടെ മിസ്റ്റേക്ക്. നെക്സ്റ്റ്, ദ സിസേഴ്സ് ഈസ് മിസ്സിംഗ്. മിസ്റ്റേക്ക് ഉണ്ട്. എന്താണത്? ദ സിസേഴ്സ്, കത്രിക, മിസ്സിംഗ് ആണ്. എവിടെ എന്താ മിസ്റ്റേക്ക്? യെസ്, ഈസ് ആണ് മിസ്റ്റേക്ക്. ദ സിസേഴ്സ് ആർ മിസ്സിംഗ് എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട്? സിസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കത്രികയല്ലേ ഉള്ളൂ. ചില നൗണുകള് നമ്മൾ അങ്ങനെയാണ് പറയാ. ഒന്നേ ഉള്ളൂ എങ്കിലും നമ്മൾ അതിനെ ഒരു പെയറായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സിസേഴ്സ്, ബൈനോക്ലേഴ്സ്, പാൻസ്, ട്രൗസേഴ്സ്, അതുപോലെ സ്പെക്ടക്കിൾസ്, സൺഗ്ലാസസ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ, ഇങ്ങനെയുള്ള നൗണുകളൊക്കെ പെയറായിട്ട് നമ്മൾ പറയുന്നതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആർ എന്നാണ് നമ്മൾ അതിന്റെ കൂടെ ചേർക്കേണ്ടത്, ഈസ് അല്ല. നെക്സ്റ്റ്, ഷീ വാസ് ഇൻവൈറ്റഡ് ടു ദ സപ്പർ. ഷീ വാസ് ഇൻവൈറ്റഡ് ടു ദ സപ്പർ. എന്താ ഇവിടെ മിസ്റ്റേക്ക്? യെസ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ സപ്പർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു മീലിന്റെ മുമ്പിൽ, ഒരു മീൽ അറിയാലോ, ഒരു ഭക്ഷണത്തിന് മുമ്പിൽ, സപ്പർ ഒരു ഭക്ഷണമാണ്. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ ദ എന്ന വേർഡ്, ആർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഷീ വാസ് ഇൻവൈറ്റഡ് ടു സപ്പർ. ഷീ വാസ് ഇൻവൈറ്റഡ് ടു സപ്പർ. ദാറ്റ്സ് എനഫ്. നെക്സ്റ്റ് വൺ, മാത്തമാറ്റിക്സ് ആർ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം മാത്തമാറ്റിക്സ് ആരെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് കണ്ടതുകൊണ്ട്, ഫിസിക്സ് എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതൊരു സബ്ജക്റ്റ് മാത്രമാണ്, ഒരു സബ്ജക്റ്റ് മാത്രമാണ്. സോ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട് എന്നാണ് പറയാം. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ലാസ്റ്റ് വൺ, ഹിമാലയ ഈസ് ദ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. എന്താണ് അവിടെ മിസ്റ്റേക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹിമാലയ ഈസ് ദ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. എന്താ മിസ്റ്റേക്ക്? യെസ്, ഇവിടെ മിസ്റ്റേക്ക്, ഒരു ആർട്ടിക്കിളിന്റെ കുറവുണ്ട് അവിടെ. ഏതാണ് ആർട്ടിക്കിള്? ദ എന്ന് പറയുന്ന ആർട്ടിക്കിള് എവിടെയാ വേണ്ടത്? ഹിമാലയത്തിന്റെ മുമ്പിൽ വേണം. അപ്പൊ ദ ഹിമാലയ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ ഒരു മൗണ്ടൻ റേഞ്ചസിന്റെ മുമ്പില്, അതുപോലെ ഓഷ്യന്റെ പേരിന്റെ മുമ്പില്, റിവറിന്റെ പേരിന്റെ മുമ്പില്, ഒരു പത്രത്തിന്റെ പേരിന്റെ മുമ്പില്, ഓക്കെ, ഇവരുടെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിർബന്ധമായിട്ടും ചേർക്കണം. ദ ഇന്ത്യൻ ഓഷ്യൻ, ദ ബ്രഹ്മപുത്ര, ഓക്കെ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ HMS ബീഗൾ, ഷിപ്പിന്റെ പേരിന്റെ മുമ്പിൽ ഓക്കെ ദ നമ്മൾ ചേർക്കണം. അതുപോലെ മൗണ്ടൻ റേഞ്ചസിന് മുമ്പിൽ ദ ഹിമാലയാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദ ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അതുപോലെ റിവറിന്റെ പേരിന് മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ
ദ ഗേഞ്ചസ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ദ ഗംഗ എന്നാണ് പറയാ അല്ലെ. ഇനി ഗംഗ എന്ന് മാത്രം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, അതൊരാളുടെ പേരാണെന്ന് മനസ്സിലാക്കാം. ദ ഗേഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ, ദ ഗംഗ എന്ന് പറയുകയാണെങ്കിൽ അത് റിവറിന്റെ പേരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഹിമാലയ ഇസ് ദ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു. കാറ്റിൽ എന്നാണ് നമ്മൾ പറയാ, കാറ്റിൽസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ പറയുന്ന മറ്റൊരു വേർഡാണ് ഡസൻ, അതുപോലെ ഷീപ്പ്, ഡിയർ എന്ന വേർഡൊക്കെ നമ്മൾ എന്തായിട്ടാ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. കാറ്റിൽ പറയുന്ന പോലെ ഡിയേഴ്സ് എന്നോ അല്ലെങ്കിൽ ഷീപ്സ് എന്നോ അല്ലെങ്കിൽ ഡസൻസ് എന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട്, മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സോ ഇത്തരത്തിലുള്ള ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പ്രയാസം എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അതിൽ താഴെ കമന്റ് ചെയ്യുക. ഗ്രാമർ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏത് പോർഷൻ ആണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. സോ താങ്ക് യു.